അപ്പോൾ ഇവിടെ വരുന്ന ഓരോ അമ്മമാർക്കും പറയാനുള്ള അല്ലെങ്കിൽ ഓരോ വ്യക്തികൾക്കും പറയാനുള്ള പ്രധാന കാര്യം ഈ പടിയുണ്ടല്ലോ. നമ്മൾ ഈ ഒരു പടി ചവിട്ടി അങ്ങ് അകത്തോട്ട് കയറുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് സമാധാനവും സന്തോഷവും കിട്ടും എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഒരു ക്ഷേത്രം പൂർണ്ണമാകുന്നത് കൊടിമര പ്രതിഷ്ഠയോടുകൂടിയാണ്. ജനുവരി 19 കൊടിമരം നാട്ടുന്നു നിർത്തിയിട്ട് ജനുവരി 29 പ്രതിഷ്ഠയാണ്. ഇവിടെ വരുന്ന ഭക്തർക്കും ദൂരെ നിന്ന് ഈ ഭഗവാനെ വിളിക്കുന്ന ഭക്തർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എനിക്ക് ഒരുപാട് ദുഃഖങ്ങളുണ്ട്, എല്ലാം പറഞ്ഞ് എല്ലാ ദുഃഖങ്ങളും മാറുമെന്നുള്ളൊരു വിശ്വാസമുണ്ട്. എന്തുമാത്രം വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടെങ്കിലും ഈ കാണുന്ന ഞാനിപ്പോൾ നിൽക്കുന്നത് വവ്വാക്കുന്ന് ലക്ഷ്മീനാരായണ ക്ഷേത്രത്തിലാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് ദിവസമായിട്ട് ഞാൻ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ വരുന്ന ഓരോ അമ്മമാർക്കും പറയാനുള്ള അല്ലെങ്കിൽ ഓരോ വ്യക്തികൾക്കും പറയാനുള്ള പ്രധാന കാര്യം ഈ പടിയുണ്ടല്ലോ. നമ്മൾ ഈ ഒരു പടി ചവിട്ടി അങ്ങ് അകത്തോട്ട് കയറുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് സമാധാനവും സന്തോഷവും കിട്ടും എന്നുള്ളതാണ്. അത് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യമാണ് കേട്ടോ. ഈ ഒരു പടി കയറുമ്പോൾ തന്നെ നമ്മൾ എത്രമാത്രം പ്രശ്നങ്ങളിലാണെങ്കിലും വീർപ്പുമുട്ടി നിൽക്കുകയാണെങ്കിലും അതിനെല്ലാം ഒരു ശാശ്വത പരിഹാരമാകുമെന്നുള്ളൊരു വിശ്വാസം തന്നെയാണ് ഇവിടെ വരുന്ന ഓരോ അമ്മമാർക്കും സഹോദരങ്ങൾക്കും. അതുകൊണ്ടാണ് ഇത്രയേറെ ഭക്തജനങ്ങൾ ഇവിടേക്ക് ഒഴുകിയെത്തുന്നത്. ഒന്നും രണ്ടുമല്ല, ഒരുപാട് പേരാണ് ഓരോ ദിവസവും ഇവിടെ എത്തുന്നത്. കാരണം അത്രയേറെ വിശ്വാസമാണ് ഭഗവാനിൽ അവരർപ്പിച്ചിരിക്കുന്നത്. വവ്വാക്കുന്ന് ലക്ഷ്മീനാരായണ ക്ഷേത്രം, അതായത് കൊല്ലം ജില്ലയിൽ പാരിപ്പള്ളിയിൽ ഇന്ത്യൻ ഗ്യാസ് ഗോഡൗണിൻ്റെ തൊട്ടടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഈ ഒരു ക്ഷേത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയേറെ, അതായത് ഒരുപാട് പേര് എല്ലാ ജില്ലകളിൽ നിന്നുമാണ് ഓരോ ദിവസവും ഇവിടേക്ക് ഓരോരുത്തരും എത്തുന്നത്. എത്തുന്നതിൻ്റെ പ്രധാന കാര്യം ഞാൻ പറഞ്ഞ പ്രധാന കാര്യം ഇത് തന്നെയാണ്. അപ്പോൾ ദൈനംദിന ജീവിതത്തിൽ നിരവധി പ്രശ്നങ്ങൾ നേരിടുന്നവരാണ് നമ്മളെല്ലാവരും. അത് സാമ്പത്തികമായാലും ശാരീരികമായാലും മാനസികമായാലും എല്ലാ പ്രശ്നങ്ങളും, നമുക്കെല്ലാം പ്രശ്നങ്ങളുണ്ടാവും. പക്ഷേ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണാൻ ഇടയായിട്ടുണ്ടെങ്കിൽ ഒന്ന് മനസ്സിലാക്കുക, ഭഗവാന്റെ മണ്ണിലേക്ക് വരാനുള്ളൊരു സമയം നിങ്ങൾക്കായി എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഭഗവാന്റെ മണ്ണിലേക്ക് വരുവാനോ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ കാണുവാനും ഇടയായത് എന്നുള്ളത് പ്രധാന കാര്യമാണ്. നമോ നമഃ. അശേഷ ജഗദാധാരം ലക്ഷ്മീനാരായണം ഭജേ. വത്സലം ഭക്തഗമ്യം സർവഗുണാകരം. അശേഷ ദുഃഖ ശമനാർത്ഥം ലക്ഷ്മീനാരായണം ഭജേ. അശേഷ ദുഃഖ ശമനാർത്ഥം ലക്ഷ്മീനാരായണം ഭജേ. സുഹൃതം സർവഭൂതാനാം സർവലക്ഷണ സംയുതാം. അശേഷ ദുഃഖ ശമനാർത്ഥം ലക്ഷ്മീനാരായണം ഭജേ. അശേഷ ദുഃഖ ശമനാർത്ഥം ലക്ഷ്മീനാരായണം ഭജേ. ശംഖുചക്രധരം ദേവം ലോകനാഥം ദയാനിധിം ലക്ഷ്മീനാരായണ. കൈമൂലം ജപം സിദ്ധിർഭവതു മേ ദേവാ തൽപ്രസാദാകർമ്മണം. അസ്മാഭ്യാം ഭക്യാമുദരേ സമർപ്പയാമി. ഓം തസ്മിൻ ഓം പ്രസന്നാർഘ്യമിദം. എവിടുന്നായിരുന്നു? കടയ്ക്കലാണ്. അതേട്ടാണോ വരുന്നത്? അല്ല, സ്ഥിരമായിട്ട് വരുന്നതാണ്. എന്താണ് ഭഗവാനെ കുറിച്ച് പറയാനുള്ളത്? എന്താണ് ഭഗവാന്റെ മണ്ണിനെ കുറിച്ച്, ചൈതന്യത്തെ കുറിച്ച് എന്താണ് പറയുന്നത്? വന്നതിൽ നല്ല ഗുണമുണ്ട്. നല്ലൊരു ഇതുണ്ട്. ചേച്ചി എവിടുന്നായിരുന്നു? അഞ്ചിൽ നിന്നാണ്. ആദ്യമായിട്ടാണോ വരുന്നത്? അല്ല, മൂന്നാം പ്രാവശ്യം. എന്താണ് ഭഗവാനെ കുറിച്ച് പറയാനുള്ളത്? നല്ല ചൈതന്യം. എവിടുന്നായിരുന്നു ചേച്ചി? കിളിമാനൂർ. ആദ്യമായിട്ടാണോ വരുന്നത്? രണ്ടാമത്തെ പ്രാവശ്യം. എങ്ങനെയുണ്ട് ഭഗവാന്റെ മണ്ണിൽ ഒരു പ്രാവശ്യം വന്നാൽ വീണ്ടും വീണ്ടും വരാൻ ഒരു പോസിറ്റീവ് എനർജിയൊക്കെ ഉണ്ടോ? അമ്മ എവിടെ വരുന്നു? ഞാൻ കുമ്പളന്ന്.
അങ്ങനെയുണ്ട്. ആദ്യമായിട്ടാണ് വരുന്നത്? അതിട്ടുണ്ട്. ആദ്യമായിട്ടാണ് വരുന്നത്. എന്താണ് പറയാനുള്ളത് ഭഗവാന്റെ മണ്ണിൽ വന്നിട്ടുള്ളത് കാര്യം? എനിക്ക് ഒരുപാട് ദുഃഖങ്ങളുണ്ട്, അതെല്ലാം പറഞ്ഞ് എല്ലാ ദുഃഖങ്ങളും മാറുമെന്നുള്ളൊരു വിശ്വാസമുണ്ട്. പുതിയതായിട്ട് വന്നത്. ആദ്യമായിട്ടാണ്. എന്താണ് ഭഗവാന്റെ മണ്ണിൽ വന്നപ്പോൾ ഒരു ഒരു നല്ലതാണെന്ന് തോന്നുന്നു. എന്താണ് ഭഗവാനെ മണ്ണിൽ വന്ന് പറഞ്ഞ ആദ്യമായിട്ട് വന്നാലേ ഉള്ളൂ ഭഗവാൻ രക്ഷിക്കട്ടെ. വന്നപ്പോൾ ഒരു സമാധാനമാണ്? ആദ്യമായിട്ടാണ് ആദ്യമായിട്ടാണ് വരുന്നത്. എവിടെ നിന്ന് വരുന്നത്? ചാവറോട്. അപ്പോൾ അതാണ് ഇവിടെ വരുന്ന ഓരോ ഭക്തരും പറയുന്നത്, അല്ലെങ്കിൽ ഓരോ വിശ്വാസികളും പറയുന്നത് പ്രധാന കാരണം ഈ ഒരു ഭഗവാന്റെ മണ്ണിൽ വരുമ്പോൾ തന്നെ, ഈ ഒരു മണ്ണിൽ പുണ്യഭൂമിയിലെടുത്ത് കാലെടുത്ത് വയ്ക്കുമ്പോൾ തന്നെ ഒരു സമാധാനവും ഐശ്വര്യവും ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ഇവിടെ വരുന്ന ഭക്തജനങ്ങൾ പറയുന്ന പ്രധാനപ്പെട്ട കാരണം. എവിടുന്നാണ് വരുന്നത്? വർക്കലാണ്. സ്ഥിരമായിട്ട് വരാറുണ്ട്? ഇല്ല, ഇപ്പൊ 4ാമത്തെ ആഴ്ച. ഒരുപാട് പേരാണ്. കാരണം ഓരോ ആഴ്ച കൃത്യമായിട്ടും മുടങ്ങാതെ ഓരോ ആഴ്ചയും വരുവാനാണ് ഓരോ സഹോദരങ്ങളും അമ്മമാരും ഇവിടെ എത്തുന്ന എല്ലാവരും ശ്രമിക്കുന്നത്. അപ്പോൾ അത്രയേറെ ഭഗവാനിൽ അവർ വിശ്വാസം അർപ്പിച്ചു എന്നുള്ളതാണ്. വവ്വാക്കുന്ന് ലക്ഷ്മീനാരായണ ക്ഷേത്രത്തിലെ തിരുമേനി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. നമസ്കാരം. നമസ്കാരം. ഈ ക്ഷേത്രത്തിലെ ശത്രു സംഹാര പൂജയെക്കുറിച്ചൊന്ന് പറയാമോ? ശത്രു സംഹാരം വളരെ ഫലപ്രദമായിട്ട്, വളരെ ആരാധനാപരമായിട്ട് ഇവിടെ നടത്തിക്കൊണ്ടുവരുന്നൊരു പൂജയാണ്. നിരവധി ഭക്തജനങ്ങളാണ് ഇതിൻ്റെ ഫലത്തിൽ സായുജ്യമടയുന്നവർ. ശത്രു എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ നമുക്കും നമ്മുടെ കുടുംബാംഗങ്ങൾക്കും അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിനും എന്തൊക്കെ ഉയർച്ചയ്ക്ക് എന്തൊക്കെ ഘടകങ്ങളാണോ നെഗറ്റീവായിട്ട് അല്ലെങ്കിൽ ശാപങ്ങളായിട്ട് കിടക്കുന്നത്, അതിനെ മൊത്തത്തിലാണ് നമ്മൾ ശത്രു എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നമ്മുടെ ഉള്ളിലെ അപകർഷതാബോധം, അസൂയ, അഹങ്കാരം, ഇതൊക്കെ നമ്മുടെ ഉന്നതമായ ചിന്താഗതിക്ക് വിലങ്ങുതടിയായിട്ട് നിൽക്കുന്ന ഘടകങ്ങളാണ്. ഭഗവത് ഭക്തി നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞു കഴിയുമ്പോൾ ഇത്തരം നെഗറ്റീവ് വികാരങ്ങളെല്ലാം ഒഴിവായി, അതുപോലെ തന്നെ ബാഹ്യമായി എന്തൊക്കെ ഘടകങ്ങൾ നമുക്ക് പ്രതികൂലമായിട്ടുണ്ടോ അതിനെയൊക്കെ നിഷ്പ്രമമാക്കിക്കൊണ്ട് നമ്മുടെ കുടുംബത്തിൻ്റെ സർവ്വവിധമായ ഐശ്വര്യത്തിന് വേണ്ടി ഇവിടെ നടത്തപ്പെടുന്ന, വളരെ ഭക്തിപുരസ്സരം ഇവിടെ നടത്തപ്പെടുന്ന കർമ്മമാണ് ശത്രു സംഹാര പൂജ. ഇതിൻ്റെ മന്ത്രങ്ങൾ ഇവിടെ വന്നിരുന്ന് ശരീര സാന്നിധ്യം, ഓരോ ഭക്തരുടെയും ശരീര സാന്നിധ്യം കൊണ്ടും, മിക്കവർക്കും വരാൻ കഴിഞ്ഞില്ല എങ്കിൽ അവിടെ ഇരുന്ന് തന്നെ അവർ പ്രാർത്ഥിച്ചാൽ പോലും നിരവധി ഭക്തർക്കാണ് അതിൻ്റെ ഫലം കണ്ട് സായുജ്യമടഞ്ഞവർ. വീണ്ടും വീണ്ടും നിരവധി ആൾക്കാരാണ് അവരുടെ വാമൊഴിയിലൂടെ ഇതിൻ്റെ ഫലമറിഞ്ഞ് നിരവധി ഭക്തജനങ്ങളാണ് ഈ ക്ഷേത്രത്തിലേക്ക് വരുന്നത്. ഭഗവത് കാരുണ്യം നിറഞ്ഞു നിൽക്കുന്ന ഈ ക്ഷേത്ര നടയിൽ പദസ്പർശനം ഏൽക്കുമ്പോൾ തന്നെ അവരുടെ എല്ലാവിധ നെഗറ്റീവ് ഘടകങ്ങൾ ഒഴിവായി മനസ്സിന് പ്രസന്നതയും സമാധാനവും സന്തോഷവും ആ കുടുംബത്തിൽ നിറയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ കാര്യത്തിൽ നിറഞ്ഞ സന്തോഷമാണ്. ഭഗവത് കാരുണ്യം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ക്ഷേത്രത്തിലെ വലിയൊരു ചടങ്ങ് നടക്കാൻ പോവുകയാണ്, കൊടിമര പ്രതിഷ്ഠ. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് പറയാമോ? തീർച്ചയായിട്ടും ഒരു ക്ഷേത്രം പൂർണ്ണമാകുന്നത് കൊടിമര പ്രതിഷ്ഠയോടുകൂടിയാണ്. ഇവിടുത്തെ ഭക്തരുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം കൂടിയായിരുന്നു അത്. ഭക്തജനങ്ങളുടെ പരിപൂർണമായ സഹകരണത്തോടു കൂടി തന്നെയാണ് ഈ കൊടിമരം ഇവിടെ പ്രതിഷ്ഠിക്കുന്നത്. വരുന്ന 18-ാം തീയതി കൊടിമരം നാട്ടുകയും അതുപോലെ തന്നെ 29-ാം തീയതി അതിൻ്റെ പ്രതിഷ്ഠാ ചടങ്ങ് കർമ്മങ്ങളും മറ്റു കാര്യങ്ങളും വളരെ വിപുലമായിട്ട് ഒട്ടനവധി സാമൂഹിക സാംസ്കാരിക പ്രതിഭകൾ പങ്കെടുക്കുന്ന സാംസ്കാരിക സമ്മേളനം ഉൾപ്പെടെ ഇവിടെ നടത്തപ്പെടുകയാണ്. അനുദിനം വർദ്ധിച്ചു വരുന്ന ഈ ക്ഷേത്രത്തിൻ്റെ പ്രശസ്തി ഈ കൊടിമരത്തോടുകൂടി അത് 100 ഇരട്ടിയായി അതിൻ്റെ ചൈതന്യവും അതിൻ്റെ പ്രശസ്തിയും വർദ്ധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എല്ലാ ഈശ്വരാധീനത്തും എല്ലാ കാരുണ്യവും ഭഗവാന്റെ കാരുണ്യവും ഇവിടെ വരുന്ന ഭക്തർക്കും ദൂരെ നിന്ന് ഈ ഭഗവാനെ വിളിക്കുന്ന ഭക്തർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ രക്ഷാധികാരി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക്. നമസ്കാരം. നമസ്കാരം.
നമുക്ക് ഇവിടെ ഈ ശത്രുദോഷം പ്രധാനമായിട്ട് നടക്കുന്ന ഒരു പൂജയാണ്. അതിനെക്കുറിച്ച് ശത്രുദോഷം നടക്കാൻ നരസിംഹഹോമം ചെയ്യുന്നുണ്ട്. നരസിംഹഹോമം നടത്തിയാൽ ആ ശത്രുദോഷങ്ങൾ കംപ്ലീറ്റ് മാറും. ഒരുത്തർക്കും പിന്നെ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. പിന്നെ നമ്മുടെ ക്ഷേത്രത്തിൽ കുരുതി പൂജ നടക്കുന്നുണ്ട്. കുരുതി പൂജ രണ്ടും ശത്രുദോഷത്തിനും വിളിദോഷം പിന്നെ കൈവശം ഇങ്ങനെയുള്ള സർവ്വ ദുരിതങ്ങളും മാറ്റിക്കിട്ടുന്ന പൂജയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ മദ്യപാനം മാറ്റുന്ന ഒരു ഇതുണ്ടല്ലോ. മദ്യപാനം നമ്മൾ പ്രാർത്ഥിച്ചാണ് മാറ്റുന്നത്. മദ്യപാനത്തിന് ഈ എല്ലാ പൂജയും ചെയ്യും. നരസിംഹഹോമം ചെയ്യും, പിന്നെ സുദർശന ഹോമം ചെയ്യും, കുരുതി പൂജ, ലക്ഷ്മി എല്ലാ പൂജയും ചെയ്യും. നമ്മളെ പ്രാർത്ഥന അതൊരു 10-90 ദിവസം പ്രാർത്ഥിക്കും. അപ്പോൾ ഒരു അങ്ങനെ വരുന്നവർക്കാണ് മദ്യപാനം മാറുന്നത്. കഴിഞ്ഞ ദിവസം നടന്നൊരു സംഭവം ഉണ്ടല്ലോ. കാരണം അവരുടെ ഹസ്ബൻഡ് ഒരു മദ്യപാനത്തിലായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു പൂജ ചെയ്തതിനു ശേഷം ഏകദേശം ഒരു കുറച്ച് ദിവസങ്ങൾക്കകം തന്നെ അദ്ദേഹം ഇവിടെ വരുന്നൊരു സാഹചര്യം ഉണ്ടായല്ലോ. അപ്പോൾ അതെന്താണ് അതിനെക്കുറിച്ച്? അവർ കരഞ്ഞ് വിളിച്ചാണ് ഇവിടെ വന്നത്. മദ്യപാനക്കാരൊക്കെ വീട്ടിൽ സ്വൈര്യതയില്ല, കിടക്കാനൊക്കെ ഇല്ല, മക്കൾക്കും അവർക്ക് കിടക്കാനും അത്രയും കഷ്ടപ്പെട്ടാണ് അവർ വീട്ടിൽ കഴിഞ്ഞുകൊണ്ടിരുന്നത്. ഇയാളെ മദ്യപാനം കാണാൻ സഖിയിട്ട് ഈ വീഡിയോ കണ്ടങ്ങനെ പറഞ്ഞ് അറിഞ്ഞ് തിരക്കി ഇവിടെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഒരു കുരുതി പൂജ, ലക്ഷ്മി ശനി പൂജയും ചെയ്തപ്പോഴത്തേക്ക് ഭഗവാൻ ഇവിടുത്തെ പ്രാർത്ഥനയും കൂടെ ആയപ്പോൾ അയാളെ മദ്യപാനം മാറ്റി ഇപ്പോൾ അവരുടെ കുടുംബത്തിന് സർവ്വ ഐശ്വര്യത്തിലാണ് പോകണം. അതുപോലെ ഈ ക്ഷേത്രത്തെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഭക്തരൊക്കെ ആഗ്രഹിച്ചിരുന്നൊരു വലിയൊരു ചടങ്ങ്, അതായത് കൊല്ലം ജില്ലയിലെ ഏറ്റവും ഒരു ഉത്സവമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അതിനെക്കുറിച്ചൊന്ന് പറയാമോ? കൊല്ലം ജില്ലയിലെ ഏറ്റവും വലിയ ഉത്സവം കോടിമരം ആണ്. ഭഗവാൻ ഇവിടെ ഇപ്പം നമ്മൾ ജനുവരി 19 തേക്കുംതടിയിലാണ് കൊടിമരം. കോൺക്രീറ്റ് കെട്ടിടമല്ല, കൊടിയല്ല, തേക്കുംതടി പണിത് എണ്ണത്തോണി ഇട്ട ചിങ്ങ 1 എണ്ണത്തോണി ഇട്ടേക്കുക. ജനുവരി 19 കൊടിമരം നിർത്തിയിട്ട് ജനുവരി 29 പ്രതിഷ്ഠ നടക്കും. പ്രതിഷ്ഠ നടത്തി ആണ് പിന്നെ ഉത്സവം കട്ടാറ്. ജനുവരി 29 തൊട്ട് ഫെബ്രുവരി 6 വരെ ഉത്സവമാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ കൊടിമരം പ്രതിഷ്ഠിക്കുന്ന സമയത്ത് ഇപ്പം നമുക്ക് ഈ സ്വർണ്ണമോ പൈസയോ അങ്ങനെ വെക്കാനുള്ള സൗകര്യമുണ്ടോ? പ്രതിഷ്ഠിക്കുന്ന സമയത്ത് അതിൽ ആധാരശിലയ്ക്കകത്ത് അതിൻ്റെ അടിയിൽ സ്വർണ്ണോ പൈസയോ ഒന്നുമില്ലേ 10 പൈസയെങ്കിലും അതിൽ 10 രൂപയെങ്കിലും അതില്ലെങ്കിൽ ഒരു നാണയമെങ്കിലും അതിൽ നാട്ടിയാൽ അവർക്ക് അതിൻ്റെ ഐശ്വര്യം കിട്ടും. നമ്മൾ വിഗ്രഹം പ്രതിഷ്ഠിക്കുമ്പോൾ നമ്മൾ ഇടുന്നില്ലേ വൈരം, സ്വർണം, ചെമ്പ്, പിത്തള, അതൊക്കെ ഓരോരുത്തരെല്ലാം പഞ്ചലോഹങ്ങൾ ഇടുന്നുണ്ട്, ഇതെല്ലാം ഇടുന്നത്. അപ്പോൾ അവർക്ക് എന്താണ് ചെയ്യാൻ നോക്കുന്നത് അവരൊക്കെ ഒന്നുമില്ലേ ഒരു പൊട്ട് അങ്ങനെ കൊണ്ടുവന്ന. അപ്പോൾ അത് കുറച്ച് ഭക്തജനങ്ങളൊരു സംശയമുണ്ട്. കാരണം ഈ പൊട്ടൊക്കെ വാങ്ങിക്കാൻ ഇവിടെ തന്നെ കിട്ടുമോ എന്നുള്ളത്. കിട്ടും, ആവശ്യമുള്ള എത്ര പൊട്ട് വേണമെങ്കിലും കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ഉത്സവത്തിന് വരാൻ കഴിയാതെ ഒരുപാട് സാധാരണക്കാർ, ഒരുപാട് ഭക്തരായിട്ടുള്ള ജനങ്ങളുണ്ട്. കാരണം അവർക്ക് സമയത്തിന് എത്തിക്കിടപ്പെടാൻ കഴിയാത്തില്ലെങ്കിൽ ദൂരെ നിന്നുള്ളവർക്ക്. അപ്പോൾ അവർക്കിത് അവരുടെ നാളും പേരും പറഞ്ഞ് ഇവിടെ നമുക്ക് ഇടുവാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അത് വെളി രാജ്യത്ത് നിൽക്കുന്നവരും അങ്ങനെയാണല്ലോ. അവരെ എത്തിപ്പെടാത്തവർ അവരെ വിളിച്ച് അവരെ നാളും പേരും പറയും, അവരാവശ്യം പറയും, അതിനുള്ള പൂജ ചെയ്ത് കൊടുക്കും. അങ്ങനെയാണ് ഓരോരുത്തരുടെ കാര്യങ്ങൾ നടക്കുന്നത്. അതവർ നേരത്തെ വിളിച്ച് ബുക്ക് ചെയ്യും. 1.5 മാസമാണ്, 7 ആഴ്ചയാണ് പൂജ ചെയ്യുമ്പോൾ അവരുടെ കാര്യങ്ങൾ നടക്കുന്നു എന്ന് എല്ലാവരും വിളിച്ച് പറയുന്നുണ്ട്. ജനുവരി 29-ാം തീയതിയാണ് ഇവിടുത്തെ കൊടിമര പ്രതിഷ്ഠ നടക്കുന്നത്. അത് മാത്രമല്ല 9 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവം കൂടിയാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഏറ്റവും വലിയൊരു ഉത്സവമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. കൊല്ലം ജില്ലയിൽ തന്നെ ഏറ്റവും വലിയൊരു ഉത്സവം തന്നെയാണ് ഇവിടെ നടക്കാൻ പോകുന്നു എന്നുള്ളതാണ്. എന്തായാലും ഭഗവാന്റെ ഈ പുണ്യഭൂമിയിലേക്ക് കാലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ തന്നെ എല്ലാ പ്രശ്നങ്ങളും തീരും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായ കാര്യമാണ്. ജനുവരി 29-ന് നടക്കുന്ന ഈ ഒരു മംഗളകർമ്മത്തിൽ പങ്കെടുക്കാനെത്തുന്നത് നിരവധി ജനങ്ങളായിരിക്കാം. ഒരുപാട് ജനങ്ങളാണ് ഭഗവാന്റെ ഈ മണ്ണിലേക്ക് അന്ന് ഒഴുകിയെത്തുന്നത്. എന്തായാലും ഭഗവാന്റെ ഈ തിരുസന്നിധിയിൽ നിന്നും ക്യാമറമാൻ അനീഷ് മംഗലപുരത്തിനൊപ്പം സജീവ് പോത്തങ്കോട്.